9 മാസത്തിലേറെ നീണ്ട കാത്തിരിപ്പിന് ശുഭാവസാനം. ഇന്ത്യൻ വംശജ സുനിത വില്യംസും സംഘവും ഒടുവിൽ ഭൂമിയിൽ. ഇന്ത്യൻ സമയം പുലർച്ചെ 3:40 ഇവരെ വഹിച്ചുകൊണ്ട് സ്പേസ് എക്സിന്റെ ഡ്രാഗൺ ക്രൂ 9 പേടകം ഫ്ലോറിഡ തീരത്തിന് സമീപം അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ഗൾഫ് ഓഫ് അമേരിക്കയിൽ ഇറങ്ങിയത്. ബുച്ച് വിൽമോർ, നിക് ഹേഗ്, അലക്സാണ്ടർ ഗോർബുനോവ് എന്നീ ബഹിരാകാശ യാത്രികരായിരുന്നു സുനിതയ്ക്കൊപ്പമുണ്ടായിരുന്നത്. കടൽപ്പരപ്പിൽ ഇറങ്ങിയ പേടകത്തിനടുത്തേക്ക് ആദ്യം എത്തിയത് നേവി സീലിന്റെ ബോട്ടാണ്. 10 മിനിറ്റോളം നീണ്ട സുരക്ഷാ പരിശോധനയ്ക്ക് ശേഷം പേടകത്തെ MV മേഗൻ എന്ന റിക്കവറി ഷിപ്പിലേക്ക് മാറ്റി. 4:10 പേടകത്തിന്റെ വാതിൽ തുറന്നു. 4:25 യാത്രികരെ ഓരോരുത്തരെയായി പുറത്തിറക്കി. ഇവരെ പ്രത്യേക സ്ട്രെച്ചറിൽ മെഡിക്കൽ പരിശോധനകൾക്കായി കൊണ്ടുപോയി. ഇവരെ നാസയുടെ ഹൂസ്റ്റണിലെ കേന്ദ്രത്തിലേക്കാണ് ഹെലികോപ്റ്ററിൽ കൊണ്ടുപോവുക. നീൽ ആംസ്ട്രോങ്ങും ടീമും ചന്ദ്രനിൽ നിന്ന് തിരിച്ചെത്തിയപ്പോൾ വീൽ ചെയറിലായിരുന്നു തിരിച്ചു ഭൂമിയിലേക്ക് ഇറക്കിയത്. സ്പേസ് സ്റ്റേഷനിൽ നിന്ന് തിരിച്ചെത്തുന്ന ബഹിരാകാശ സഞ്ചാരികളെയും വീൽ ചെയർ ഉപയോഗിച്ച് തന്നെയാണ് തിരിച്ച് താഴെ ഇറക്കുന്നത്. സീറോ ഗ്രാവിറ്റിയിൽ നിന്ന് പെട്ടെന്ന് ഭൂമിയിലേക്ക് എത്തുമ്പോൾ ശരീരത്തിന്റെ ഭാരം വഴങ്ങാൻ പറ്റാതെ ബാലൻസ് തെറ്റി വീഴുന്നത് കൊണ്ടാണിത്. സീറോ ഗ്രാവിറ്റി, മൈക്രോഗ്രാവിറ്റി എന്നീ പ്രതിഭാസങ്ങൾ നമ്മുടെ ശരീരത്തിലെ എല്ലുകളുടെ സാന്ദ്രത, രക്തയോട്ടത്തിന്റെ വേഗം, മെറ്റാബോളിസം റേറ്റ്, റേഡിയേഷൻ റിസ്ക് എന്നിങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ മാറ്റിമറിക്കും. തങ്ങൾക്കൊരു പെൻസിൽ ഉയർത്താൻ പോലും പ്രയാസമായിരിക്കുമെന്ന് ബുച്ച് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ബഹിരാകാശത്ത് തങ്ങി മടങ്ങുന്നവർക്ക് ഭൂമിയിൽ ജീവിക്കുന്നതിന് അനുഗുണമായ ശാരീരിക മാനസിക അവസ്ഥ വീണ്ടെടുക്കൽ പ്രക്രിയയ്ക്ക് നാളുകളെടുക്കും. ഗുരുത്വാകർഷണമില്ലാത്ത അവസ്ഥയിൽ ജീവിക്കുന്നതിനാൽ അവരുടെ കൈകാലുകളിലെ പേശികൾ ക്ഷയിച്ചിട്ടുണ്ടാകും. എല്ലുകൾക്ക് ബലക്ഷയം, ഉറക്കമില്ലായ്മ, മൂത്രത്തിൽ കല്ല്, അണുബാധ. ബഹിരാകാശ ജീവിതം യാത്രികരുടെ പ്രതിരോധ ശേഷി കുറയ്ക്കും. മാനസിക സമ്മർദ്ദം, തലകറക്കം, മന്ദത, ശരീരത്തിന്റെ തുലന നിലയിൽ പ്രശ്നം, ബേബി ഫീറ്റ് അതായത് പാദത്തിന്റെ അടിവശത്തെ ചർമ്മം നേർത്തുപോകുന്നത് തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാകും. ബഹിരാകാശത്തെ 9 മാസത്തെ അനിശ്ചിതത്വത്തിനൊടുവിൽ ഭൂമിയിലെത്തിയ സുനിത വില്യംസിനെ കാത്തിരിക്കുന്നത് ഒട്ടേറെ ആരോഗ്യ പ്രശ്നങ്ങളാണ്. സാധാരണ ഒരു യാത്ര കഴിഞ്ഞെത്തുന്നത് പോലെയല്ല ബഹിരാകാശ സഞ്ചാരം കഴിഞ്ഞ് ഭൂമിയിലെത്തിയാലുള്ള അവസ്ഥ. ശരീരം പഴയ രീതിയിലേക്ക് തിരിച്ചെത്താൻ മാസങ്ങളെടുക്കും. 9 മാസത്തിലേറെ നീണ്ട കാത്തിരിപ്പിന് ശേഷം ഇന്നു പുലർച്ചെ ഭൂമിയിലെത്തിയ സുനിത വില്യംസും സംഘവും നാസയുടെ ജോൺസൺ സ്പേസ് സെന്ററിലെത്തി. ശാരീരിക മാനസിക ക്ഷമതകൾ പരിശോധിച്ച ശേഷം അതിനനുസരിച്ചായിരിക്കും അവരുടെ ക്വാറന്റൈൻ കാലാവധി. സുനിതയ്ക്കും സംഘത്തിനും ലോകമെമ്പാടും നിന്ന് ആശംസാ പ്രവാഹമാണ്. ഭൂമി നിങ്ങളെ മിസ് ചെയ്തു എന്നായിരുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച സന്ദേശം. സുനിതയും വിൽമോറും ശാരീരിക ക്ഷമത പൂർണ്ണമായും വീണ്ടെടുത്ത ശേഷം വൈറ്റ് ഹൗസ് സന്ദർശിക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു. ഇന്ത്യൻ സമയം പുലർച്ചെ 3:34 സുനിത വില്യംസ്, ബുച്ച് വിൽമോർ, നിക് ഹേഗ്, അലക്സാണ്ടർ ഗോർബുനോവ് എന്നിവരെ വഹിച്ചുകൊണ്ട് സ്പേസ് എക്സിന്റെ ഡ്രാഗൺ ക്രൂ 9 പേടകം ഫ്ലോറിഡ തീരത്തിന് സമീപം അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ഗൾഫ് ഓഫ് അമേരിക്കയിൽ ഇറങ്ങിയത്.